നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മുറിച്ചു തള്ളുന്നത് പോലെ അവനെയും ഇല്ലാതാക്കേണ്ടി വരും. കാരണം അമാനുഷിക ശക്തിയുള്ളവനാണ് ശേഷിക്കുന്ന എന്റെ ഒരേ ഒരു എതിരാളി. ആ എതിരാളിയെ കൊല്ലുക എന്നുള്ളതല്ലാതെ സമവായം ത്രിവിക്രമൻ ശീലിച്ചിട്ടില്ല. ഇനിയുള്ള നിമിഷങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തിക്കോളൂ. ഞാൻ അമരനായി ഉയരുന്ന നിമിഷം, എന്നെ സേവിക്കുന്ന നിങ്ങൾ എല്ലാവരും ഉന്നത പദവിയിലേക്ക് ഉയരുന്ന നിമിഷം, ലക്ഷ്യത്തിലേക്ക് നീങ്ങുമ്പോൾ നമുക്ക് ബന്ധങ്ങളും ബന്ധനങ്ങളും പാടില്ല. എല്ലാം തകർത്തെറിഞ്ഞേ പറ്റൂ. അമ്മേ, അനാഥമായ ഈ തറവാട്ടിൽ നമ്മൾ മാത്രമായില്ലേ? എന്തിനാ ഇനിയും കാത്തിരിപ്പ്? നമ്മുടെ സ്വർഗപ്രാപ്തിക്കുള്ള വഴി നമ്മൾ തേടിയേ പറ്റൂ. അതിനായി കാത്തിരിപ്പ്. പണ്ടൊരിക്കൽ നമ്മുടെ ജീവൻ എടുത്തവനാ ത്രിവിക്രമൻ തമ്പി. ഇപ്പൊ അയാള് വീണ്ടും വരുന്നു, ഇവിടെ സൂക്ഷിച്ചിരിക്കുന്ന നിധി എടുക്കാൻ. തടയാൻ പറ്റുമോ അമ്മേ നമുക്ക്? ഇല്ല കുഞ്ഞെ. ചില കാഴ്ചകൾ വേദനയോടെ നമുക്ക് കണ്ടുകൊണ്ട് നിൽക്കേണ്ടി വരും. എന്നാലും ഒരു പ്രതീക്ഷയാണ്. നഷ്ടപ്പെട്ട മൂക്കുത്തി അർഹതപ്പെട്ടവർക്ക് തിരിച്ചു കിട്ടുകയും അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നേടുകയും ചെയ്താൽ നമ്മുടെ ഈ അലച്ചിൽ അവസാനിക്കും. അത് ആരെക്കൊണ്ടാ സാധിക്കും അമ്മേ? ഭഗവതിയുടെ കരുത്തോടെ ഇന്ദ്രജ വർമ്മയുണ്ട്. ഇന്ദ്രജ പകർന്നു കൊടുത്ത ശക്തിയിൽ അജയ് ശേഖറും. ത്രിവിക്രമൻ തമ്പിയെയും മൃത്യുലേഖയെയും അവർക്ക് തടയാൻ കഴിഞ്ഞാൽ ഇതൊക്കെ സാധ്യമാകും. അഥവാ സാധിച്ചില്ലെങ്കിൽ അലച്ചിലിന്റെ നൂറ്റാണ്ടുകൾക്ക് ശേഷവും അനന്തമായി നമ്മുടെ മോക്ഷവും നീളും.